ബഹ്റൈനിൽ നിലവിലുള്ള തൊഴിൽ നിയമം അനുസരിച്ച് വർക്ക് പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ അത് പുതുക്കാനായി എക്സ്ട്രാ സമയമൊന്നും തൊഴിലുടമയ്ക്ക് നൽകുന്നില്ല. അതായത് അനുവദിച്ചിരിക്കുന്ന ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകിയില്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ. എന്നാൽ ആർട്ടിക്കിൾ 36 പ്രകാരമുള്ള ഈ ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നുള്ളൊരു ആവശ്യം കൂട്ടമായി മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഷൂറ കൗൺസിൽ സർവീസസ് കമ്മിറ്റി. 2006 LMRAയുടെ ഈ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് അവരുടെ ചൂണ്ടിക്കാട്ടൽ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ആവശ്യം ഇതാണ്: വർക്ക് പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ പിഴ കൂടാതെ പുതുക്കാനായി 30 ദിവസത്തെ സമയം തൊഴിലുടമകൾക്ക് അനുവദിച്ച് നൽകണമെന്നുള്ള കാര്യമാണ്. രണ്ടാമതായി, അനുവദിച്ച് നൽകുന്ന വർക്ക് പെർമിറ്റുകളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം വെക്കണമെന്നും. നിലവിലെ നിയമത്തിൽ അങ്ങനെ വർക്ക് പെർമിറ്റ് നൽകുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അതിലും ഒരു തീരുമാനം കൊണ്ടുവരണമെന്നുള്ള ആവശ്യവുമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. UN സുരക്ഷാ കൗൺസിലിൽ അംഗമാകുക എന്നുള്ള വളരെ അഭിമാനകരമായൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ബഹ്റിൻ. 2 വർഷം കൂടുമ്പോഴാണ് സ്ഥിരമല്ലാത്ത രീതിയിൽ 5 രാജ്യങ്ങൾക്ക് ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുക. അടുത്ത വർഷം മുതൽ, അതായത് 2026 മുതൽ 2 വർഷത്തേക്കുള്ള ദൗത്യ സംഘത്തിലാണ് ബഹ്റിൻ ഇടം പിടിച്ചിരിക്കുന്നത്. കൊളംബിയ, കോങ്കോ, ലൈബീരിയ, ലിത്വിയ എന്നീ രാജ്യങ്ങൾക്ക് പുറമെയാണ് ബഹ്റിനും ഇങ്ങനെ ഒരു അംഗത്വം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു ദൗത്യ സംഘത്തിന്റെ ഏറ്റവും വലിയ ചുമതല. അതുമല്ല, ബാലറ്റ് വഴിയാണ് ഇത് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 193 അംഗങ്ങളിൽ 2/3 ഭാഗത്തിന്റെ വോട്ട് ലഭിച്ചാൽ മാത്രമാണ് ഇതിന് യോഗ്യത നേടുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റംഗങ്ങളുടെ ഒരു പിന്തുണ ഉണ്ട് എന്നുള്ളതും ബഹ്റിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി തന്നെ സൂചിപ്പിക്കണം. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ വാഹനാപകടത്തിന്റെ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സ്വദേശികളായ 5 അംഗ കുടുംബം സഞ്ചരിച്ച കാറിലേക്ക് അതിവേഗത്തിൽ വന്ന മറ്റൊരു കാർ ഇടിച്ച് കയറിയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. അതിൽ കാർ ഓടിച്ചിരുന്ന ഗൃഹനാഥനും അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെട്ടിരുന്നു. അവരുടെ 3 മക്കൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കാറിലേക്ക് ഇടിച്ച് കയറിയ ആ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി അമിതമായ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ്. അനുവദനീയമല്ലാത്ത അത്രയും വലിയ സ്പീഡിലായിരുന്നു ഈ കാർ വന്നിരുന്നതെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് താൽക്കാലികമായി തടങ്കലിൽ വച്ചിരിക്കുകയാണ്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 ജൂൺ 4 ബുധനാഴ്ച.